പേരിൽ എന്തിരിക്കുന്നു? ചിലരൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നാമകരണം ചെയ്യുന്ന സമയത്തും ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്ന രീതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരുകൾ ഏതെല്ലാമാണ്? ചോദ്യത്തിന് മറുപടി പറയാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ നാമങ്ങൾ അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ എന്നീ നാമങ്ങളാകുന്നു. അബ്ദ് എന്ന് കൂട്ടി അള്ളാഹുവിന്റെ ഏത് നാമങ്ങളോട് കൂടെയും വിളിച്ചാൽ അത് ഇതിനോട് തത്തുല്യമാണ് എന്ന് മഹാന്മാർ എഴുതി വെക്കുന്നതായി കാണാം. ഇതുപോലെ തന്നെയാണ് മുഹമ്മദ് എന്ന നാമത്തിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്ത്യദിനത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ളവരെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ നാമങ്ങൾ, ഔലിയാക്കളുടെ നാമങ്ങൾ എന്നിവക്കെല്ലാം വലിയ ശ്രേഷ്ഠതകളുണ്ട്. മലക്കുകളുടെ നാമങ്ങൾ കൊണ്ട് നാമകരണം ചെയ്യുന്നത് കറാഹത്തില്ല. ഇമാം ഷഅറാനി അദ്ദേഹത്തിന്റെ അൽ ഉഹൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, അള്ളാഹുവിന്റെ നാമത്തിനോട് തത്തുല്യമായ നാമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളോട് തത്തുല്യമായ നാമങ്ങളും മറ്റു പ്രവാചകന്മാരുടെ നാമങ്ങളോട് തുല്യമായ നാമങ്ങളും ഔലിയാക്കളുടെ നാമങ്ങളോട് തുല്യമായ നാമങ്ങളും ഉള്ളവർ അത് ഇല്ലാത്ത ആളുകളെക്കാൾ വന്ദിക്കപ്പെടണമെന്ന് ഞങ്ങളോട് മഹാന്മാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന്. അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം.